നമസ്കാരം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അടുത്ത ചർച്ചാ വിഷയം മുഖ്യമന്ത്രിയെക്കുറിച്ചാണ്. ആരാകും ഡൽഹിയിലെ അടുത്ത മുഖ്യമന്ത്രി എന്നത്. 27 വർഷത്തിനു ശേഷം ഡൽഹി BJP പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തുവരുന്ന വിവരമനുസരിച്ച് ഡൽഹിയിലെ മുഖ്യമന്ത്രി കസേര ഒഴിച്ചിട്ടിരിക്കുന്നത് ഒരു വനിതയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഉയരുന്ന ചോദ്യമാണ്, ആ മുഖ്യമന്ത്രി കസേരയ്ക്കായി അവകാശിയായി എത്തുന്ന ആരാകും? ഇക്കാര്യത്തിൽ വലിയ ചർച്ച നടക്കുകയാണ്. 10 വർഷക്കാലം ഡൽഹിയിൽ അധികാരം കൊടുകുത്തി വാഴുന്ന AAPയെ തകർത്തെറിഞ്ഞാണ് BJP തങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചെടുത്തത്. കെജ്രിവാളിന്റെ അഴിമതി ഭരണത്തിന് ചൂലിൽ തന്നെ ഡൽഹി ജനത മറുപടി നൽകി. AAPയെ തകർത്തെറിഞ്ഞ് BJPയെ അധികാരത്തിലെത്തിക്കാൻ സഹായിച്ചവരാകും മുഖ്യമന്ത്രി കസേരയ്ക്ക് പരിഗണിക്കുമ്പോൾ മുൻപന്തിയിൽ നിൽക്കുക. നിയമസഭയിലേക്കുള്ള 70 സീറ്റുകളിൽ 48 എണ്ണം നേടിക്കൊണ്ടാണ് BJP അധികാരം തിരിച്ചുപിടിച്ചത്. കെജ്രിവാളിനെ തറപറ്റിച്ച പർവേഷ് വർമ്മയുടെ പേരും ഉയർന്നു കേൾക്കുന്നു. എന്നാൽ പുതിയ മന്ത്രിസഭയിൽ സ്ത്രീകൾക്കും ദളിതർക്കും പ്രാധാന്യം നൽകുന്നതായാണ് റിപ്പോർട്ട്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഒരു വനിത തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുള്ളതായും കരുതപ്പെടുന്നു. നിലവിൽ BJPയുടെ 48 നിയമസഭാ അംഗങ്ങളിൽ 4 MLAമാരാണ് വനിതകളായുള്ളത്. നീലം പെഹൽവാൻ, മേഹൻ ഗുപ്ത, പൂനം ശർമ്മ എന്നിവയാണ് ഡൽഹി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട BJPയുടെ വനിതാ MLAമാർ. ഇവരിൽ നിന്ന് ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ സാധ്യതയുള്ളതായാണ് റിപ്പോർട്ട്. രേഖ ഗുപ്ത ഷാലിമർ ബാഗിൽ ആം ആദ്മി പാർട്ടിയുടെ ബന്ദന കുമാരിയെ പരാജയപ്പെടുത്തി. ശിഖ റോയി ഗ്രേറ്റ് കൈലാഷ് വിജയിച്ചത് AAPയുടെ മുതിർന്ന നേതാവ് സൗരഭ് ഭരദ്വാജിനെ പരാജയപ്പെടുത്തി. പൂനം ശർമ്മ വസീർപൂർ സീറ്റ് ഉറപ്പിച്ചത് AAPയുടെ രാജേഷ് ഗുപ്തയെ പരാജയപ്പെടുത്തിയാണ്. നീലം പെഹൽവാൻ AAPയുടെ തരുൺ കുമാറിനെ തോൽപ്പിച്ചാണ് നിയമസഭയിൽ ടിക്കറ്റ് ഉറപ്പിച്ചത്. ഇവരിൽ ആരെങ്കിലും ഒരാൾ ആവുമോ മുഖ്യമന്ത്രി എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ 3 ദിവസത്തിനിടെ നിരവധി ഉന്നതതല യോഗങ്ങൾ നടന്നെങ്കിലും പേരിൽ അന്തിമ തീരുമാനമെടുക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. സുഷമ സ്വരാജിനും ഷീല ദീക്ഷിത്തിനും ഏറ്റവും ഒടുവിൽ അതിഷി മർലേനയ്ക്ക് ശേഷം ഡൽഹിയിൽ ഒരു വനിതാ മുഖ്യമന്ത്രി കൂടി വരാനുള്ള സാഹചര്യമാണ് നിലവിൽ വരുന്നതെന്നാണ് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെങ്കിലും പുതുമുഖങ്ങളായ വനിതകളെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് BJP പരിഗണിക്കുന്നു എന്നാണ് ലഭ്യമായ വിവരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.